Welcome back to CS Bits the Complete IT Solution Education Channel. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് +1 കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെയും +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെയും 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിൻ്റെ നോർമൽ ഫ്ലോവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുക. ഒരു പ്രോഗ്രാമിൻ്റെ നോർമൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ്. അതായത് ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുന്ന സമയത്ത് ആ പ്രോഗ്രാമിൽ 10 ലൈനുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, 10 സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആദ്യം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ. അതാണ് ഒരു പ്രോഗ്രാമിൻ്റെ നോർമൽ ഫ്ലോ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒന്നാമത്തെ ലൈൻ കഴിഞ്ഞ് രണ്ടാമത്തെ ലൈൻ കഴിഞ്ഞ് മൂന്നാമത്തെ, പിന്നെ നിർബന്ധമായിട്ടും 4ാമത്തെ ലൈൻ തന്നെ എക്സിക്യൂട്ട് ചെയ്യണം. അതല്ലാണ്ട് വീണ്ടും 2ാമത്തെ ലൈനിലേക്കോ അല്ലെങ്കിൽ 4ാമത്തെ 5ാമത്തെ സ്കിപ്പ് ചെയ്ത് 6ാമത്തെ ലൈനിലേക്കോ ഒന്നും പോകാൻ പാടില്ല. അപ്പോൾ ഒന്നാമത്തെ ലൈൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത ലൈൻ 2ാമത്തെ, തൊട്ടടുത്ത ലൈൻ 3ാമത്തെ, അങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഒരു പ്രോഗ്രാമിൻ്റെ നോർമൽ ഫ്ലോ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ നോർമൽ ഫ്ലോവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ട് C++ൽ. അത്തരം സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി 3 ടൈപ്പിലുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സെലക്റ്റീവ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇറ്ററേറ്റീവ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ജമ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇങ്ങനെ 3 ടൈപ്പിലുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ആദ്യത്തെ സെലക്റ്റീവ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് സെലക്റ്റീവ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റോ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് സെലക്റ്റീവ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുക. അതായത് ഇപ്പോൾ ഒരു 10 സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 10 സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റുകളോ മാത്രം എക്സിക്യൂട്ട് ചെയ്യുക, മറ്റുള്ള ഒന്നും എക്സിക്യൂട്ട് ചെയ്യേണ്ട. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ സെലക്റ്റീവ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുക. ഇനി ആ 10 സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ്സോ സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ഒരു എക്സാം നടത്തി. ആ എക്സാം നടത്തിയിട്ട് മാക്സിമം മാർക്ക് 50ലാണ്. ക്ലാസ്സിൽ ടീച്ചർ വന്നിട്ട് പറയുകയാണ് 40നും മുകളിൽ കിട്ടിയ കുട്ടികൾ എത്ര ആളുണ്ടോ ഒന്ന് എണീറ്റ് നിൽക്കാൻ പറയുകയാണ്. അപ്പോൾ ഈ 50 കുട്ടികളിലെ ഒരു 10 കുട്ടികളെ എണീറ്റ് നിന്നു വിചാരിക്കാം. അപ്പോൾ ഈ 50 കുട്ടികളിൽ നിന്ന് ഞാൻ 10 കുട്ടികളെ മാത്രമാണ് സെലക്ട് ചെയ്തുള്ളൂ. എന്തിൻ്റെ ബേസിലാണ് ഞാൻ സെലക്ട് ചെയ്തത്? അതായത് മാർക്ക് 40നും മുകളിലുള്ള കുട്ടികൾ. അപ്പോൾ ഇവിടെ ഈ 50 കുട്ടികളുമാണ് പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ്. ഞാൻ കൊടുക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് മാർക്ക് 40ന് മുകളിലാണ്. ആ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ ഈ 10 കുട്ടികളെ സെലക്ട് ചെയ്തത്. മനസ്സിലായല്ലോ? ഇനി സെലക്റ്റീവ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിന് എക്സാമ്പിൾസ് ആണ് ഇഫ്, നെസ്റ്റഡ് ഇഫ് എൽസ്, ഇഫ് എൽസ് ഇഫ്, സ്വിച്ച് ആൻഡ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആണെങ്കിൽ അല്ലെങ്കിൽ എങ്കിൽ എന്നൊക്കെയാണ് അർത്ഥം. ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് പ്രോഗ്രാമിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു കണ്ടീഷൻ അനുസരിച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഇത് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുമ്പോൾ ഉള്ള സിൻറ്റാക്സ് ആണ് താഴെ കാണിക്കുന്നത്. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ, കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക്, കേളി ബ്രേസ് ക്ലോസ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം. നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ എന്നുള്ളടത്ത് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ ആ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യും.
ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കിന്റെ അവിടെ ആകെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ലൈന് മാത്രമേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ നമുക്ക് ഈ ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല, കേളി ബ്രേസസ് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 സി ഔട്ട് പാസ്ഡ്. ഇവിടെ സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 എന്നുള്ളതാണ് കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ. അത് ശരിയാണെങ്കിൽ പാസ്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്ക്രീനിൽ പ്രിന്റ് ചെയ്യണം. തെറ്റാണെങ്കിൽ പ്രിന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമ്മളിതിൽ കൊടുക്കുന്നില്ല. ശരിയാണെങ്കിൽ മാത്രമാണ് ആ സ്റ്റേറ്റ്മെന്റ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു ട്രൂ പാർട്ടും ഉണ്ടായിരിക്കും, ഒരു ഫോൾസ് പാർട്ടും ഉണ്ടായിരിക്കും. സിൻടാക്സ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇഫ് കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1, എൽസ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2. എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നാണ് അർത്ഥം. അതായത് ഇഫിൻ്റെ ബ്രാക്കറ്റിൽ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. അല്ല കണ്ടീഷൻ തെറ്റാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുക. എക്സാമ്പിൾ നോക്കാം. ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, അതായത് സ്കോർ 18 അതിന് മുകളിലോ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 അതായത് പാസ്ഡ് എന്നുള്ളത് അവിടെ പ്രിന്റ് ചെയ്യും. ഓക്കെ, എൽസ് ബ്ലോക്ക് അവിടെ സ്കിപ്പ് ചെയ്യും. ഇനിയല്ല നമ്മൾ കൊടുക്കുന്ന സ്കോർ എന്ന് പറയുന്നത് 18 മുകളിലോ അല്ലെങ്കിൽ 18 ഈക്വലോ അല്ല, ഞാൻ കൊടുക്കുന്നത് 15 വിചാരിക്കാം. അപ്പോൾ അവിടെ ചെക്ക് ചെയ്തു സ്കോർ എന്ന് പറയുന്നത് 18 മുകളിലോ അല്ലെങ്കിൽ 18 ഈക്വലോ ആണോ എന്ന് നോക്കി. അല്ല കണ്ടീഷൻ തെറ്റാണെങ്കിൽ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് എൽസ് ബ്ലോക്കിൽ ഉണ്ടാവുക, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 ഉണ്ടാവുക. അതവിടെ ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രിന്റ് ചെയ്യും. ഇനി നമുക്ക് നെസ്റ്റഡ് ഇഫ് എന്താണെന്ന് നോക്കാം. നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഫ് ബ്ലോക്കിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് നെസ്റ്റഡ് ഇഫ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നെ സിൻടാക്സ് കാണാൻ പറ്റും. ഒരു ഔട്ടർ ഇഫ് ഉണ്ട്, ഒരു ഇന്നർ ഇഫ് ഉണ്ട്. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഒന്നാമത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്. അതായത് നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇഫിന്റെ കൂടെ എന്തായാലും ടെസ്റ്റ് കണ്ടീഷൻ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നിലധികം ടെസ്റ്റ് എക്സ്പ്രഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ നെസ്റ്റഡ് ഇഫ് ആണ് യൂസ് ചെയ്യുക. സിൻടാക്സ് നോക്കാം. ടെസ്റ്റ് എക്സ്പ്രഷൻ 1 കേളി ബ്രേസ്, ടെസ്റ്റ് എക്സ്പ്രഷൻ ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2 കേളി ബ്രേസ്, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. ശ്രദ്ധിക്കുക. ഇഫ് ഏജ് ഈക്വൽ ടു 18, നമ്മൾ കൊടുക്കുന്ന ഏജ് നമുക്ക് 18 വയസ്സിന് ഈക്വൽ ആണോ എന്ന് നോക്കി. 18 വയസ്സിൽ ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മാത്രം പോരാ, ആണെങ്കിൽ അതിൻ്റെ താഴെ വീണ്ടും ഒന്നും കൂടിയും ചെക്ക് ചെയ്തു. ഏജ് എന്ന് പറയുന്നത് 18 മുകളിലാണോ എന്ന് നോക്കി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും? എലിജിബിൾ ഫോർ വോട്ട് എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ഇനി നമുക്ക് ഇഫ് എൽസിഫ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. ഇഫ് എൽസിഫ് സ്റ്റേറ്റ്മെന്റിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഇഫ് എൽസിഫ് ലാഡർ അല്ലെങ്കിൽ ഇഫ് എൽസിഫ് സ്റ്റെയർ കേസ് എന്നൊക്കെ പറയും നമ്മൾ. ഇവിടെ ഇഫ് എൽസിഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നിലധികം കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ടി വരുമ്പോഴാണ്. അതായത് നമ്മളിപ്പോൾ ഇതിന് മുന്നേ പഠിച്ചു, നെസ്റ്റഡ് ഇഫ് പഠിച്ചു. ആ നെസ്റ്റഡ് ഇഫിലും ഒന്നിലധികം കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഏത് സ്റ്റേറ്റ്മെൻറ്റ് ഏത് ഇഫിൻ്റെ ബ്ലോക്കാന്നൊക്കെ നമുക്ക് കൺഫ്യൂഷനാണ്. അങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്നിലധികം കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഇഫ് എൽസിഫ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇഫ് എൽസിഫ് ലാഡർ യൂസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ സിൻടാക്സ് കാണാനുണ്ട്. സിൻടാക്സ് ശ്രദ്ധിക്കുക. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1, എൽസിഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2 സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2, എൽസിഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 3 സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 3. അങ്ങനെ എത്ര വേണമെങ്കിലും ടെസ്റ്റ് എക്സ്പ്രഷൻസ് ആവാം. അവിടെയൊക്കെ നമ്മൾ എൽസിഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്താൽ മതി. ലാസ്റ്റ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും ശരിയല്ലെങ്കിൽ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് n എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ആദ്യം ടെസ്റ്റ് എക്സ്പ്രഷൻ 1 വർക്ക് ചെയ്യും, ചെക്ക് ചെയ്ത് നോക്കും. അത് ചെക്ക് ചെയ്ത് നോക്കി അത് ശരിയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2ഉം സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 3ഉം എല്ലാം അവിടെ സ്കിപ്പ് ചെയ്യും. ഇനിയെല്ലാം ഒന്നാമത്തെ കണ്ടീഷൻ അവിടെ തെറ്റാണെങ്കിൽ നേരെ രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് ജമ്പ് ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ഇവാലുവേറ്റ് ചെയ്യും.
അത് ശരിയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 വർക്ക് ചെയ്യും, അല്ല അത് തെറ്റാണെങ്കിൽ നേരെ ടെസ്റ്റ് എക്സ്പ്രഷൻ 3ലേക്ക് ആയിരിക്കും വരിക. ഇനി കുറേ ടെസ്റ്റ് എക്സ്പ്രഷൻസ് ഉണ്ട്, ഇപ്പോൾ 1, 2, 3, 4 ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. മോളിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം തെറ്റാണെങ്കിൽ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എന്നിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ശ്രദ്ധിക്കാം, ഇവിടെ ഡേ ഈക്വൽ ടു 1 നമ്മൾ ചെക്ക് ചെയ്യാണ്. ഡേ എന്ന് പറയുന്നത് 1 ആണോ? ആണെങ്കിൽ സി ഔട്ടിൽ സൺഡേ എന്ന് പ്രിൻ്റ് ചെയ്തു. എൽസ് ഇഫ് ഡേ എന്ന് പറയുന്നത് 2 ആണോ എന്ന് ചെക്ക് ചെയ്തു, മൺഡേ എന്ന് പ്രിൻ്റ് ചെയ്തു. അങ്ങനെ ഓരോന്നും ചെക്ക് ചെയ്യാണ്. ഇനിയല്ല, ഞാൻ കൊടുക്കുന്നത് 10 ആണെന്ന് വിചാരിക്കാം. 10 ആണെങ്കിൽ ആദ്യം ഡേ 1 ആണോ നോക്കി, 1 അല്ല. ഡേ ഈക്വൽ ടു 2 ആണോ നോക്കി, അല്ല. അടുത്ത കണ്ടീഷൻ ഡേ ഈക്വൽ ടു 3 ആണോ നോക്കി. അങ്ങനെ 4ഉം 5ഉം 6ഉം 7 വരെ ചെക്ക് ചെയ്യുന്നുണ്ട്. 7 അതായത് 1 മുതൽ 7 വരെയല്ല നമ്മൾ കൊടുക്കുന്നത്, 10 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് എൽസിലുള്ളത്. അപ്പോൾ അവിടെ ഇൻവാലിഡ് ഡേ എന്നുള്ളത് പ്രിൻ്റ് ചെയ്യും. ഇനി ഞാൻ അവിടെ കൊടുക്കുന്നത് 2 ആണെന്ന് വിചാരിക്കുക. ഡേ എന്ന് പറയുന്നത് 2 ആണ്. ആദ്യം ചെക്ക് ചെയ്തു, ഡേ എന്ന് പറയുന്നത് 1 ആണോ നോക്കി, 1 അല്ല. രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോയി, ഡേ എന്ന് പറയുന്നത് 2 ആണോ നോക്കി, ഡേ എന്ന് പറയുന്നത് 2 തന്നെയാണ്. അപ്പോൾ മൺഡേ എന്നുള്ളത് പ്രിൻ്റ് ചെയ്യും, ബാക്കി താഴേക്കുള്ളതെല്ലാം അവിടെ സ്കിപ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്പ്രഷൻ അനുസരിച്ചിട്ട് ഒരു കൂട്ടം കേസുകളിൽ നിന്ന് ഒന്നിലധികം കേസുകൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഓപ്ഷൻസിൽ നിന്ന്, മൾട്ടിപ്പിൾ ഓപ്ഷൻസിൽ നിന്ന് ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലോക്ക് ഓഫ് കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്വിച്ച് എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ സിൻടാക്സ് എന്താണെന്ന് നോക്കാം. സ്വിച്ച് എക്സ്പ്രഷൻ കർലി ബ്രേസ് ഓപ്പൺ ചെയ്തു, കേസ് കോൺസ്റ്റൻറ്റ് 1 കോളൻ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 സെമികോളൻ ബ്രേക്ക് സെമികോളൻ. അടുത്ത കേസ് കോൺസ്റ്റൻറ്റ് 2 കോളൻ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 സെമികോളൻ ബ്രേക്ക് സെമികോളൻ. അങ്ങനെ എത്ര കേസുകൾ കോൺസ്റ്റൻസ് വേണമെങ്കിലും ആവാം. താഴെ ഡിഫോൾട്ട് കോളൻ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് n സെമികോളൻ അവിടെ ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെ സ്വിച്ചിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ അതിനനുസരിച്ചിട്ട് ഇതിലത്തെ ഏത് കേസ് ബ്ലോക്കാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ ഡിസൈഡ് ചെയ്യുന്നത്. ഇവിടെ സ്വിച്ച് എന്ന് പറയുന്നതും കേസ് എന്ന് പറയുന്നതും ബ്രേക്ക് എന്ന് പറയുന്നതും കീവേഡുകളാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന എക്സ്പ്രഷൻ ഒന്നാവുന്ന കേസിൽ, കേസ് കോൺസ്റ്റൻറ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു വാല്യൂ കൊടുക്കണം. ആ വാല്യൂ ആവുന്ന സമയത്ത് നമ്മൾ അവിടെ ഉള്ള എക്സ്പ്രഷൻ നമ്മൾ കൊടുക്കുന്ന വാല്യൂ കോൺസ്റ്റൻറ്റ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ, ആ വാല്യൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 അവിടെ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ആ സ്വിച്ച് കേസ് അവിടെ വെച്ചിട്ട് ബ്രേക്ക് ആവണം. പിന്നെ ആ സ്വിച്ച് കേസിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യരുത്. പിന്നെ സ്വിച്ച് കേസ് കഴിഞ്ഞിട്ടുള്ള പുറത്തേക്ക് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ജമ്പ് ചെയ്യണം. ഇനിയെല്ലാം നമ്മൾ കൊടുക്കുന്ന എക്സ്പ്രഷൻ രണ്ടാമത്തെ കേസ് ആവുന്ന സമയത്ത് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അവിടെ വെച്ചിട്ട് സ്വിച്ച് കേസ് അവിടെ ബ്രേക്ക് ആവണം. അങ്ങനെ എത്ര വേണമെങ്കിലും കൊടുക്കാം. ഇനി മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷനും അല്ല എന്ന് വിചാരിക്കാം, ഒരു കോൺസ്റ്റൻറ്റും അല്ല, മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കേസും അല്ലെങ്കിൽ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഡിഫോൾട്ടിൽ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇഫ് എൽസിലെ എൽസ് പോലെ പ്രവർത്തിക്കുന്നതാണ് ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. എൻ്റർ എ നമ്പർ 1 to 2 നമ്മളോട് ചോദിക്കുകയാണ്. 1, 2 നമ്മളോട് എൻ്റർ ചെയ്യാൻ പറയുകയാണ്. 1 മുതൽ 2 വരെയുള്ള നമ്പറുകൾ നമ്മളോട് എൻ്റർ ചെയ്യാൻ പറയുകയാണ്. നമ്മളത് n എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ്പ്രഷനായിട്ട് നമ്മൾ n ആണ് കൊടുക്കുന്നത് സ്വിച്ചിൻ്റെ ഉള്ളിൽ. ആ n എന്ന് പറയുന്നത് കേസ് 1 ആവുന്ന സമയത്ത് 1 ആണോ നോക്കി, n എന്ന് പറയുന്നത് 1 ആണോ നോക്കി, ആണെങ്കിൽ 1 എന്ന് പ്രിൻ്റ് ചെയ്യണം. അവിടെ വെച്ചിട്ട് സ്വിച്ച് കേസ് ബ്രേക്ക് ആവണം. ഇനിയല്ല 1 അല്ല 2 ആണോ നോക്കി, അവിടെ 2 എന്ന് പ്രിൻ്റ് ചെയ്യണം. അവിടെ വെച്ചിട്ട് ബ്രേക്ക് ആവണം. ഇപ്പം ഞാൻ കൊടുക്കുന്നത് 2 ആണെന്ന് വിചാരിക്കാം. 2 ആണെങ്കിൽ 2 എന്നുള്ളതാണ് എന്നിലേക്ക് സ്റ്റോർ ആവുക. ഇവിടെ n എന്നുള്ളതാണ് സ്വിച്ച് കേസിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. ആ n 1 ആണോ നോക്കി, കേസ് 1 ആണോ നോക്കി, 1 അല്ല. 1 ആണെങ്കിലാണ് 1 എന്നുള്ളത് പ്രിൻ്റ് ചെയ്തിട്ട് ബ്രേക്ക് ആവുള്ളൂ. ഇത് 1 അല്ല. അപ്പം നേരെ രണ്ടാമത്തെ കേസ് ചെക്ക് ചെയ്തു, കേസ് 2 2 ആണോ നോക്കി, 2 ആണ്. അപ്പോൾ 2 എന്ന് പ്രിൻ്റ് ചെയ്യും. അവിടെ വെച്ചിട്ട് ബ്രേക്ക് ആവും. ബ്രേക്ക് ആവും എന്ന് പറഞ്ഞാൽ പിന്നെ താഴേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വർക്ക് ചെയ്യില്ല. സ്വിച്ച് കേസ് കഴിഞ്ഞിട്ടുള്ള പുറത്തേക്കുള്ള ഭാഗത്തേക്കായിരിക്കും പോവുക.
ഇനിയല്ല ഞാൻ അവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എന്നിൻ്റെ വാല്യൂ ആയിട്ട് ഞാൻ കൊടുക്കുന്നത് 5 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്തു, ഈ സ്വിച്ച് കേസിനുള്ള n കൊടുത്തു. ആ n എന്ന് പറയുന്നത് കേസ് 1 ഒന്നാവുന്ന കേസിൽ ഒന്നാണോ നോക്കി, ഒന്നല്ല, അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. കേസ് 2 രണ്ടാണോ നോക്കി, രണ്ടും അല്ല. ഇതിൽ 2 കേസേ പറഞ്ഞിട്ടുള്ളൂ, ഒന്നാണോ രണ്ടാണോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 1ഉം 2ഉം അല്ലെങ്കിൽ പിന്നെ ഏതായിരിക്കും പ്രിൻ്റ് ചെയ്യുക, ഡിഫോൾട്ട് ആയിരിക്കും പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ ഇൻവാലിഡ് ചോയ്സ് എന്നായിരിക്കും അവിടെ വരിക. ഇനി നമുക്ക് സ്വിച്ചും എൽസ് ഇഫ് ലാഡറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. സ്വിച്ച് കേസ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ്സ് കണ്ടീഷൻ വിത്ത് ഈക്വലിറ്റി ഓപ്പറേറ്റർ ഓൺലി, അതായത് നമ്മൾ ഈക്വലിറ്റി ഓപ്പറേറ്റർ വെച്ചിട്ടുള്ള കണ്ടീഷൻസ് മാത്രമേ അവിടെ പറ്റുള്ളൂ. ഇവിടെ എൽസ് ഇഫ് ലാഡറിൽ നമുക്ക് റിലേഷണലോ ലോജിക്കൽ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്കവിടെ യൂസ് ചെയ്യാം. ഇനി ഇവിടെ സ്വിച്ച് കേസിൽ കേസ് കോൺസ്റ്റന്റ് മസ്റ്റ് ബി ആൻ ഇൻറ്റീജർ ഓർ ക്യാരക്ടർ, അതായത് നമ്മൾ കേസ് ആയിട്ട് കൊടുക്കുന്നില്ലേ, കേസ് 1 ആണോ കേസ് 2 ആണോ എന്ന് കൊടുക്കുന്നില്ലേ, അവിടെ ഒരു ഇൻറ്റീജറോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറോ ആണ് പറ്റുള്ളൂ. അതായത് പോയിന്റ് വരുന്ന നമ്പറുകൾ അവിടെ പറ്റില്ല. അതായത് കേസ് 1 ആണോ എന്നല്ലേ നമ്മൾ നോക്കിയേ, അവിടെ കേസ് 1.5 അങ്ങനെ പറ്റില്ല എന്ന്, അല്ലെങ്കിൽ അതൊരു ക്യാരക്ടർ ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ എൽസ് ഇഫ് ലാഡറിൽ നമുക്ക് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി സ്വിച്ച് കേസിൽ വെൻ നോ മാച്ച് ഈസ് ഫൗണ്ട് ദെൻ ഡിഫോൾട്ട് എക്സ്പ്രഷൻ എക്സിക്യൂട്ടഡ്, ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ടഡ്. അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒന്നും കേസുകളൊന്നും മാച്ച് അല്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുക. ഇഫ് എൽസ് ഇഫ് ലാഡറിൽ എന്തായിരിക്കും അവിടെ, എൽസ് ബ്ലോക്ക് ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ് ഫോർ എക്സിറ്റ് ഫ്രം സ്വിച്ച്, അതായത് സ്വിച്ചിൻ്റെ ഉള്ളിൽ നിന്ന്, അതായത് ഏതെങ്കിലും ഒരു കേസ് അവിടെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്വിച്ചിൻ്റെ ഉള്ളിലുള്ള മറ്റുള്ള കേസുകളൊന്നും ചെക്ക് ചെയ്യരുത്, സ്വിച്ചിന് പുറത്തേക്ക് വരണം. അങ്ങനെ പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ യൂസ് ചെയ്യണം. പക്ഷേ എൽസ് ഇഫ് ലാഡറിലാണെന്നുണ്ടെങ്കിലോ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് വന്നോളും, നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എഫിഷ്യൻറ്റ് വെൻ സെയിം വാരിയബിൾ ഈസ് കമ്പയർഡ് അഗെയിൻസ്റ്റ് എ സെറ്റ് ഓഫ് വാല്യൂസ്. ഇപ്പോൾ സ്വിച്ച് കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു വാരിയബിൾ നമ്മൾ കൊടുത്തു, സ്വിച്ചിൻ്റെ ഉള്ളിൽ ഒരു വാരിയബിൾ കൊടുത്തു. ആ വാരിയബിളിനെ മൾട്ടിപ്പിൾ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്തത്. അതായത് 1 ആണോ 2 ആണോ 3 ആണോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്തത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് സ്വിച്ചാണ്. അങ്ങനെ ഒരു വാരിയബിളിൻ്റെ ഡിഫറൻറ്റ് വാല്യൂസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ച് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷേ എൽസ് ഇഫിലാണെന്നുണ്ടെങ്കിലോ ഡിഫറൻറ്റ് വാല്യൂസാണ് നമ്മൾ കമ്പാരിസന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അവസാനത്തെ ഒരു ഓപ്പറേറ്റർ ആയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. സെലക്ട് കണ്ടോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അത് കണ്ടീഷണൽ ഓപ്പറേറ്ററാണ്. അപ്പോൾ ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പറേറ്ററാണ്. അത് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഒരു കോളനുമാണ് കണ്ടീഷണൽ ഓപ്പറേറ്ററായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇതൊരു ടെർണറി ഓപ്പറേറ്ററാണ്. എന്താണ് ടെർണറി ഓപ്പറേറ്റർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ 3 ഓപ്പറാൻഡ്സ് ആവശ്യമായിട്ടുള്ള ഓപ്പറേറ്ററാണ് ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. കണ്ടീഷണൽ ഓപ്പറേറ്ററിന് 2 സിമ്പിളാണുള്ളത്, ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഒരു കോളനും. ഇനി അതിൻ്റെ സിൻടാക്സ് നോക്കാം. ടെസ്റ്റ് എക്സ്പ്രഷൻ, ക്വസ്റ്റ്യൻ മാർക്ക്, ട്രൂ കേസ് കോഡ്, കോളൻ, ഫോൾസ് കേസ് കോഡ്, സെമി കോളൻ. അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു കണ്ടീഷനാണ് കൊടുക്കുന്നത്. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും, തെറ്റാണെങ്കിൽ ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. ഇൻറ്റ് ബിഗ് ഈസ് ഈക്വൽ ടു num1 ഗ്രേറ്റർ ദാൻ num2. അതായത് ഇവിടെ ചെക്ക് ചെയ്യാണ്, 2 നമ്പറുകൾ കൊടുത്തിട്ട് അതിലത്തെ ഏതാണ് വലുതെന്നുണ്ടെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇൻറ്റ് ബിഗ് ഈസ് ഈക്വൽ ടു എന്നുള്ളത് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട അവിടെ നിൽക്കട്ടെ. num1 ഗ്രേറ്റർ ദാൻ num2 അതൊരു എക്സ്പ്രഷനാണ്, മീൻസ് ഒരു കണ്ടീഷനാണ്. അതായത് നമ്പർ 1 എന്ന് പറയുന്നത് നമ്പർ 2നേക്കാളും വലുതാണോ, ആണെങ്കിൽ എന്തായിരിക്കും ട്രൂ കോഡ് എന്താ കൊടുത്തിരിക്കുന്നത്, num1. ആ num1 ആണ് അവിടെ വരിക, അല്ലെങ്കിൽ num2 ആണ് വരിക. അത് എവിടേക്കാണ് വരിക, ഇവിടെ ശ്രദ്ധിക്കുക, ബിഗ് ഈസ് ഈക്വൽ ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ബിഗ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ബിഗിലേക്ക് ഏതാ വരിക, num1 ഗ്രേറ്റർ ദാൻ num2 ആണോ എന്ന് നോക്കി. അതായത് നമ്പർ 1 നമ്പർ 2നേക്കാളും വലുതാണോ നോക്കി. ആണെങ്കിൽ num1 എന്നുള്ളത് ബിഗിലേക്ക് സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ num2 എന്നുള്ളത് ബിഗിലേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് താഴെ സി ഔട്ടിൽ ഏതാണോ വലുതെന്നുണ്ടെങ്കിൽ ആ നമ്പർ ഈസ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻ്റായിട്ട് ചോദിക്കാം.